എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് ഇങ്ങനൊരു വേദി ഒരുക്കിയ നമ്മുടെ ഇത്തക്ക കാളി ആൻഡ് US പെട്രോൾ ബ്രാൻഡിൻ്റെ എല്ലാ ഉടമസ്ഥർക്കും അല്ലെങ്കിൽ അതിൻ്റെ ടീമിനും ഞാൻ എൻ്റെ ഇൻഡിവിജ്വൽ പേര് സ്വന്തം പേരിലും നമ്മുടെ അസോസിയേഷൻ്റെ പേരിലും ആദ്യമേ നന്ദി അറിയിക്കുന്നു. നല്ലൊരു ഐഡിയ ആണത്. ഞാൻ എൻ്റെ ഫാമിലി ബിസിനസ്സിൽ തന്നെയാണ് വന്നത്. എൻ്റെ അച്ഛനായിട്ട് ഒരുപാട് തരം ബിസിനസ് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. സോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, മുട്ടായി ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹം പെറുക്കി മുട്ടായി ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ചെറുപ്പത്തിലേക്ക് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കണം, കാണാം, നമുക്കതെടുത്ത് ഇഷ്ടംപോലെ കഴിക്കാം. അപ്പം അങ്ങനെ ഒരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ടിൽ തന്നെയാണ് ഞാൻ വളർന്നു വന്നത്. അതുകഴിഞ്ഞിട്ട് അദ്ദേഹം അച്ഛൻ 77 മുതൽ ഫർണിച്ചർ ഫീൽഡിലായിരുന്നു. ഫർണിച്ചർ, ഓഫീസ് ഫർണിച്ചർ, വീട്ടാവശ്യമുള്ള അലമാര അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളുടെയൊക്കെ ബിസിനസ്സായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനും അതിനകത്ത് ജോയിൻ ചെയ്തു. അങ്ങനെ ഇരിക്കെ എൻ്റെ പാർട്ട്ണർമാരൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ ആ പ്രായത്തിൽ എന്തെങ്കിലുമൊക്കെ വേറെ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിൽ വന്നപ്പോൾ എൻ്റെ ഒരു പാർട്ട്ണർ ഗിരിപ്പായി ജ്വല്ലറിയുടെ എറണാകുളത്ത് ഗിരിപ്പായി ജ്വല്ലറി അതിൻ്റെ ഓണറാണ്. മറ്റേ പാർട്ട്ണർ പ്രിൻറ്റിങ് പ്രസ്സിൽ നിന്നാണ്, ഫീൽഡിൽ നിന്നാണ്. അദ്ദേഹം പൂനെയിൽ പോയിട്ട് പ്രിൻറ്റിങ് ടെക്നോളജി പഠിച്ച് അദ്ദേഹം പ്രസ് നടത്തുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇരുന്ന് രാത്രി പല അവസരങ്ങളും ചർച്ച ചെയ്യുന്ന അവസരത്തിൽ എന്തിനും ചെയ്യണം എന്നൊക്കെ ആഗ്രഹം വന്നപ്പോൾ 96 ഞങ്ങൾ ഒരു കുറി കമ്പനി ആരംഭിച്ചു. ശ്രേയസ് ഹയർ പർച്ചേസ് ആൻഡ് കുറീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുണ്ട്. 96 ആരംഭിച്ചു. വളരെ ഭംഗിയായ നിലയിൽ അത് നടത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ അതിനകത്തുനിന്ന് കുറച്ച് ലാഭങ്ങളൊക്കെ ഉണ്ടാക്കിയപ്പോഴേക്കും വേറെ എന്തെങ്കിലും ചെയ്യണമല്ലോ, ഇങ്ങനെ ഇത് മാത്രം നടത്തിയാൽ പോരാന്നുള്ളത്. അങ്ങനെ ആ പ്രായത്തിൻ്റെ ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ ആണ് 2001 ലിവിങ് ജീൻസിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റ് കാണുകയുണ്ടായി. അവർ C&F ഏജൻസി കോൾ ഫോർ ജ്വല്ലറി അഡ്വർടൈസ്മെൻറ്റ്സ്. അതുവരെ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ സിറാജക്കയുടെ നേരെ ഓപ്പോസിറ്റാണ്, സീറോ ആണ്. നമുക്ക് ഗാർമെൻ്റ് ഇൻഡസ്ട്രിയെ പറ്റി ഒന്നും അറിയില്ല. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒരു പാർട്ട്ണർ ജ്വല്ലറാണ്, മറ്റേ പാർട്ട്ണർ പ്രിൻറ്റിങ് പ്രസ് നടത്തുന്ന പ്രസ് എഞ്ചിനീയറാണ്, ഞാൻ ഫർണിച്ചർ ഫീൽഡാണ് എൻ്റെ. ഇത് മൂന്നൂർക്കും അറിയാൻ പാടില്ലാത്തൊരു സാധനമാണ് ഗാർമെൻറ്റ്. ഞാൻ ഇന്ന് ഓർക്കുന്ന ലിവിൻ ജീൻസിൻ്റെ അന്നത്തെ ഏരിയ മാനേജർ രജനീഷ് എന്നിട്ട് വന്ന് ചോദിച്ചു, അപ്പോൾ ഈ ഏജൻസി എടുക്കുന്നതിന് മുമ്പായിട്ടുള്ള ചർച്ചയിൽ അറിയില്ലേ ലിവിൻ ജീൻസ് ആണോ? എനിക്ക് അന്നത്ര ആ ബ്രാൻഡിനെ പറ്റി അത്ര ഇല്ല. അപ്പോൾ അയാൾ പറഞ്ഞു, ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടു ഓർമ്മയുണ്ട്, ഒരു ഇതിന് വാഷിംഗ് മെഷീനകത്ത് ഒരാൾ ഇങ്ങനെ കയറി വരുന്ന അത് ഞാൻ കണ്ടിട്ടുണ്ട്, ആ ബ്രാൻഡാണ് ഞങ്ങളെന്ന്. അപ്പം അങ്ങനെ ഒരു ഇപ്പോഴും ഞാൻ അങ്ങോട്ട് കൊടുക്കുന്ന ആ ഫസ്റ്റ് ഇൻ്റർവ്യൂവിൽ ഏതായാലും ഈശ്വരാനുഗ്രഹം കൊണ്ട് ആ ഏജൻസി ഞങ്ങൾ C&F ആയിട്ട് തുടങ്ങി. 2001 ലിവിൻ ജീൻസിൻ്റെ C&F ആയി തുടങ്ങി. 2005 അത് അവർ ഡിസ്ട്രിബ്യൂഷൻ എന്ന നിലയ്ക്ക് മാറ്റി. അതിനുശേഷം 2019 ചിലപ്പോൾ ഈ ഓഡിയൻസിന് C&F എന്താണെന്ന് അറിയായിരിക്കും, മീഡിയ ഓഡിയൻസിന് അറിയില്ലായിരിക്കാം. അപ്പോൾ C&F എന്താണെന്ന് ഒന്നുകൂടി പറഞ്ഞാൽ നല്ലതായിരിക്കും. തീർച്ചയായിട്ടും. C&F എന്ന് വെച്ചാൽ അതിൻ്റെ ഫുൾ ഫോം എന്ന് വെച്ചാൽ ക്യാരി ആൻഡ് ഫോർവേഡിങ് ഏജൻറ്റ്. ഇതാണ് അതിൻ്റെ അത് ഡിസ്ട്രിബ്യൂട്ടർ അല്ല. ആ റോളിൽ നമുക്ക് ഓർഡർ എടുക്കുന്നതിനോ അല്ലെങ്കിൽ മറ്റുള്ള മാർക്കറ്റിങ്ങിലോ ഒന്നും റോളില്ല. കമ്പനിയുടെ ആളുകൾ മാർക്കറ്റിലുണ്ട്, അവർ ഓർഡർ എടുത്ത് കൊണ്ടുവരും. കമ്പനിയുടെ സ്റ്റോക്ക്, കമ്പനിയുടെ പേരിൽ ഞങ്ങൾ സ്റ്റോക്ക് കീപ്പ് ചെയ്യുന്നു. ഓൺ ബിഹാഫ് ഓഫ് കമ്പനി വി ആർ ഹോൾഡിങ് ദ സ്റ്റോക്സും കമ്പനിയുടെയാണ്. ഓർഡർ എടുക്കാനും കമ്പനിയുടെ ആളുണ്ടാവും. അവർ പറയുന്ന ആ ഡീലർക്ക് അല്ലെങ്കിൽ ആ സ്റ്റോറിലേക്ക് നമ്മൾ സാധനം എത്തിക്കുക, കമ്പനി അയച്ചു തരുന്ന സാധനങ്ങൾ ഇവിടെ നമ്മൾ സൂക്ഷിക്കുക. ഇതാണ് C&Fൻ്റെ ബേസിക് റോള്. അപ്പോൾ അങ്ങനെയുള്ള റോളിലാണ് ഞങ്ങൾ. അപ്പോൾ പെർ പീസ് റേറ്റാണ്, നമുക്ക് ഇത്ര രൂപ, ഒരു പീസ് വിറ്റ് കഴിഞ്ഞാൽ ഇത്ര രൂപ അല്ലെങ്കിൽ ഇത്ര %. ഇതാണ് നമുക്ക് കിട്ടുന്ന കമ്മീഷൻ. മാർക്കറ്റിംഗ് റോളൊന്നുമില്ല, അതൊക്കെ കമ്പനി ചെയ്യും. നമ്മൾ സ്റ്റോക്ക് ഹാൻഡിൽ ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക, സപ്ലൈ ചെയ്യുക. ദിസ് ഈസ് വാട്ട് അവർ റോൾ ഈസ്. പേയ്മെൻറ്റ് പോലും നമുക്കുള്ള ഇപ്പോഴത്തുള്ള ഹെഡേക്സ് ഒന്നുമില്ല. പേയ്മെൻ്റ് ഒന്നും ഞങ്ങൾ നോക്കണ്ട, അതൊക്കെ കമ്പനി നോക്കിക്കോളും. ഇനി ആ റോളിൽ നിന്ന് ഞങ്ങൾ 2005 ആയപ്പോഴേക്കും ഡിസ്ട്രിബ്യൂട്ടർ നിലയ്ക്ക് ഞങ്ങൾ സൗത്ത് കേരള ഡിസ്ട്രിബ്യൂട്ടറായിട്ട് മാറി. പിന്നെ സബ്സിക്വൻ്റായിട്ട് ഓൾ കേരള ലിവിൻ ജീൻസിൻ്റെ ഡിസ്ട്രിബ്യൂട്ടറായിട്ട് മാറി. അപ്പോൾ ഞാൻ ഈ തുടങ്ങുന്ന 2001 കാലഘട്ടത്തിൽ അതിൻ്റെ ടേൺ ഓവർ എന്ന് വെച്ചാൽ പീസ്, അവർ വാല്യൂലല്ല അവർ ചെയ്തുകൊണ്ടിരുന്നത്, നമ്പർ ഓഫ് പീസസാണ്. എപ്പോഴും ടാർഗറ്റ് നമ്പർ ഓഫ് ജീൻസാണ് കൂടുതൽ, അപ്പോൾ പീസസിനാണ്.
അപ്പോൾ ഞാൻ തുടങ്ങിയ അവസരത്തിൽ അതിലുണ്ടായ 25,000 പീസാണ് ഒരു കൊല്ലം കേരളത്തിൽ വിറ്റുകൊണ്ടിരുന്നത് 2001. ഞാൻ അത് ഞങ്ങളുടെ പ്രയത്നം കൊണ്ടും ഈശ്വരാനുഗ്രഹം കൊണ്ടും അത് 1,75,000 പീസ് വിൽക്കുന്ന ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റി ആ ബ്രാൻഡിന്. അന്ന് ലിവിൻ ജീൻസ് ഇല്ലാത്ത ഒരു കടയില്ല. ഒരു കട തുറക്കണമെങ്കിൽ ലിവിൻ ജീൻസ് വേണം. നല്ല ആ ഒരു ലെവലിലേക്ക് ഞങ്ങൾക്ക് 2010-11 കാലഘട്ടത്തിലേക്ക് ഞങ്ങളതിന് ആ ബ്രാൻഡിനെ ആ ലെവലിൽ എത്തിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളൊരു ചരിതാർത്ഥം കൊടുക്കണം. ഒന്ന് സീറോയിൽ നിന്ന് നമുക്ക് അവിടെ എത്തിക്കാൻ പറ്റി എന്നുള്ളത്. സീറോ എന്ന് വെച്ചാൽ എൻ്റെ നോളജാണ് പറഞ്ഞത്. ഞങ്ങൾ ഗാർമെൻറ്റിനെ പറ്റിയുള്ള സീറോ നോളജിൽ നിന്ന് നമുക്ക് ആ ഒരു ട്രേഡ് എന്നുള്ള അതിനകത്ത് ഞങ്ങളുടെ കഴിവ് ഉപയോഗിച്ചിട്ട് ഓഫ് കോഴ്സ് ബ്രാൻഡിൻ്റെ പ്രസൻസ് വളരെ പ്രസക്തമാണ്. തീർച്ചയായിട്ടും നിങ്ങളെപ്പോലെ ഇവിടുത്തെ ഡീലേഴ്സും നമ്മളോട് സഹകരിച്ചു. അങ്ങനെ ആ ടേൺ ഓവർ എത്താൻ പറ്റി. ദിസ് ഈസ് ബേസിക് എൻ്റെ ബിസിനസ് നോളേജ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓഫ് കോഴ്സ് എക്സ്പാൻഷൻ്റെ ഭാഗമായിട്ട് പ്യൂമ എന്ന ബ്രാൻഡിൻ്റെ റീറ്റെയിൽ സ്റ്റോർസ് ആരംഭിച്ചു. 2007 ആ ബ്രാൻഡ് കേരളത്തിൽ വന്ന അവസരത്തിൽ മുതൽ ഞാൻ ആ ബ്രാൻഡായിട്ട് അസോസിയേറ്റഡ് ആണ്. ഇന്നെനിക്ക് 8 സ്റ്റോറുണ്ട്. കേരളത്തിലും കോയമ്പത്തൂരും മംഗലാപുരത്തൊക്കെ ആയിട്ട് 8 പ്യൂമയുടെ സ്റ്റോറുണ്ട്. അതുകൂടാതെ ടൈറ്റാൻ എന്ന ബ്രാൻഡിൻ്റെ സ്റ്റോറുണ്ട്. എനിക്ക് വാച്ചസ് ആൻഡ് ഐവെയറിൻ്റെ. സോ എനിക്ക് 2 റീറ്റെയിലിൻ്റെ പൾസും ഉണ്ട്, എൻ്റെ അടുത്ത് ഹോൾസെയിലിൻ്റെ പൾസും ഉണ്ട്. ഇപ്പോൾ കുറച്ച് ഹോൾസെയിൽ കുറച്ച്. അതുകൂടാതെ നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ KGDയുടെ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഞാൻ പ്രസിഡൻ്റാണ്. അപ്പോൾ അതിൻ്റെ ആക്ടിവിറ്റിയിലും ഞാൻ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ദിസ് ഇസ് മൈ